വീട്ടിലെ സിറ്റുവേഷൻ കൊണ്ട് ഞാൻ 6ാം ക്ലാസ്സിൽ മുതൽ ഇങ്ങനെ പല പണിക്കും ഇങ്ങനെ പോകുമായിരുന്നു. പിന്നെ 9ൽ പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു ബാറിൽ നിന്നിരുന്നു തൃശ്ശൂർ. അവിടേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്രം എഴുതാൻ നിൽക്കൂലേ, നിൽക്കും. പിന്നെ നമുക്ക് മനസ്സിൽ ചങ്കി കൊണ്ടുപോകേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു 10 രൂപയ്ക്ക് വേണ്ടി ഛർദ്ദിച്ചൊരു കോരിയുണ്ട്. കാരണം ഒരു 10 പേര് ഛർദ്ദിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. കാരണം 100 രൂപ കിട്ടും. അതൊക്കെ എന്താ പറയുമ്പോൾ നമ്മുടെ മനസ്സ് ഇപ്പോഴൊരു വിങ്ങലാണ്. അത് വീട്ടിൽ പറയില്ലായിരുന്നു. വീട്ടിൽ പറയാണ്ട് ഞാൻ അത് കഴിഞ്ഞ് വന്നിട്ടാണ് അമ്മോട് പറഞ്ഞത്. 2 മാസം കഴിഞ്ഞ് വന്നിട്ട് അമ്മോട് പറഞ്ഞത്, അമ്മ ഞാനിങ്ങനെ 10 രൂപയ്ക്ക് വേണ്ടി ഛർദ്ദിച്ച് വരെ കോരണ്ട വന്നു അമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മോനെന്ന് പറഞ്ഞാൽ അമ്മ ഒരു കരച്ചിൽ കഴിഞ്ഞു. ഇതൊക്കെ ചങ്കി കൊണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് വെച്ചിട്ട് ഞാനിന്ന് രാജാവായിട്ട് ജീവിക്കണം. അന്ന് വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഇതൊക്കെ തന്നെ ഞങ്ങൾ 3 മക്കളല്ലേ, അവരൊക്കെ കുഞ്ഞുങ്ങളാണ്. എന്നിലാണ് ഞാൻ മൂത്ത്, അപ്പച്ചനമ്മച്ചി. പിന്നെ ഞാനിങ്ങനെ 9ൽ പഠിക്കുമ്പോൾ തന്നെ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് എടുത്തായിരുന്നു. അന്ന് പറഞ്ഞാൽ നമ്മളെ ഏറ്റവും പ്രായം കുറഞ്ഞൊരു ബ്ലാക്ക് ബെൽറ്റ് ആണെന്ന് പറഞ്ഞത് ബഹുമതി എനിക്കുണ്ടായിരുന്നു. അന്ന് അതൊരു ഭയങ്കര അച്ചീവ്മെൻ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ ചെറുപ്പത്തിൽ മുതൽ തന്നെ കരാട്ടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ അവിടുത്തെ ഒരു ഗുരുമന്ദിരമുണ്ട്. അവിടെ അവർ ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ചോദിച്ചു. ഞങ്ങളൊരു പള്ളി ഉണ്ട് കേട്ടോ. പള്ളിയിൽ ചോദിച്ചിട്ട് അവർ പറഞ്ഞങ്ങനെ അതൊന്നും ഇവിടെ പറ്റില്ല. പക്ഷെ അത് അങ്ങനെ അവരുടെ ഒരു, ഞാൻ ക്രിസ്ത്യനാണ്, പക്ഷെ എന്നിട്ടും അവിടെയുള്ള ആ ഹിന്ദു സമൂഹം എനിക്ക് വേണ്ടി അവരുടെ ഗുരുമന്ദിരം തന്നു. അത്രയ്ക്ക് എനിക്ക് എന്നോട് സ്നേഹം ഉണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ ഞാൻ അവിടെ ക്ലാസ്സൊക്കെ നടത്തി പിള്ളേർക്ക്. ആ ചെറുപ്പത്തിലേ മുതൽ ഞാൻ കേൾക്കാൻ തുടങ്ങിയൊരു പേരാണ് എന്നെ എല്ലാവരും മാഷേ എന്ന് വിളിക്കുന്നത്. അപ്പോൾ 9ാം ക്ലാസ്സിൽ തുടങ്ങി. അത് ആ കേൾക്കലൊരു സുഖമായിരുന്നു. 9ാം ക്ലാസ്സിൽ ആളുകളെ പഠിപ്പിച്ചു തുടങ്ങി. എന്ന് പറഞ്ഞാൽ എൻ്റെ നമ്മൾ കേൾക്കണത് ഒരു പ്രത്യേക ഫീൽ അല്ലേ. നമ്മളെക്കാട്ടി മൂത്തവരൊക്കെ എല്ലാവരും നമ്മളെ മാഷേ. അന്ന് നമ്മൾ ആരും സാറേ എന്നുള്ള വിളിയല്ല, മാഷേ. ഇപ്പോഴും നിങ്ങൾ എൻ്റെ കമന്റുകൾ നോക്കിയാൽ കാണുന്ന സാധനമായിരിക്കും മാഷേ. അത് ആ ഒരു വിളിച്ചു പോന്നേക്കണ ഒരു സ്റ്റൈൽ. അത് മനസ്സിലായി. ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്ത ഒരാളാണ്. ആദ്യമായിട്ട് ചെയ്ത ജോലി എന്തായിരുന്നു? ആദ്യമായിട്ട് ചെയ്ത ജോലി എന്ന് വെച്ചാൽ ഞങ്ങളുടെ അടുത്ത് റൂബിക്കന്മാരുണ്ടായിരുന്നു. അതിനൊന്ന് റൂബിക്കൊക്കെ പറിച്ചു കൊണ്ടുപോയിട്ട് കുപ്പിയിലിട്ടുണ്ട് നമ്മുടെ സ്കൂൾ പഠിക്കാൻ കൊണ്ടുപോയിട്ടൊക്കെ വിൽക്കും. കുട്ടികൾക്ക് വിൽക്കും. പക്ഷെ അപ്പോഴെനിക്ക് ഒരു ബിസിനസ്. 5ലാണോ 6ലാണോ അങ്ങനെ കറക്റ്റ് ഓർമ്മയില്ല. പക്ഷെ അത് ആ സമയത്ത് തന്നെ എനിക്ക് ബിസിനസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പിന്നെ മാർബിളിൻ്റെ പണിക്ക് നടന്ന വെച്ചാൽ ഞാനൊരു എന്താ പറയുക, ഒരു പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ തന്നെ ഞാൻ നല്ലൊരു മേസനായി, നല്ല പണിക്കാരനായി. കാരണം ഇപ്പം ഞാൻ തന്നെ മോട്ടർ അടിക്കാൻ, നമ്മുടെ മാർബിളിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞല്ലോ, നമ്മൾ മുസൈക്കാണ് പണ്ട് മോട്ടർ അടിക്കുന്ന സംഭവമാണ്. അപ്പോൾ നമുക്കൊരു ഗോപി എന്ന് പറഞ്ഞൊരു ചങ്ങാതി ഉണ്ട്, എൻ്റെ ഒരു ആശാൻ പണിയാണ്. അപ്പോൾ ആളുടെ അനിയനാണ് അജി എന്ന് പറഞ്ഞത് പുള്ളിക്കാരൻ. അപ്പോൾ സത്യത്തിൽ പുള്ളിക്കാരന് മോട്ടർ അടിക്കുമ്പോൾ ഞാൻ ചെളി കോരാൻ നിൽക്കുന്ന ആളാണ്. ജസ്റ്റ് ചെളി കോരി നമ്മൾ കളയണം. പണ്ടൊക്കെ ഭയങ്കര ചെളിയായിരിക്കും മുസൈക്ക് മാർബിൾ പഠിക്കുമ്പോൾ. അപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് അറിയുമോ? ഈ പുള്ളി പച്ചമലയാളത്തിൽ പറഞ്ഞ ഉച്ചയ്ക്ക് എല്ലാ ദിവസവും ഏപ്പഴം കാണാൻ പോകും. അന്ന് പണ്ടത്തെ ത്രില്ലാണ് ഷക്കീല മൂവികൾ കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ പുള്ളി നമ്മുടെ ഈ മോട്ടർ തന്നിട്ട് ഈ പുള്ളി പടത്തിന് പോകും. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഈ മെഷീൻ ഓഫ് ചെയ്ത ആൾക്കാരെ അറിയും. അവിടെ ഞാൻ ഓഫ് ചെയ്യേണ്ടത് അടിച്ചടിച്ച് പഠിക്കും. ഒരു ദിവസം പുള്ളിയുടെ ചേട്ടൻ പഠിച്ചു. പിന്നെ അല്ലാണ്ട് പുള്ളി കഴിയാനായിട്ട് നമ്മൾ പഠിച്ച്. ഒരു ദിവസം പുള്ളിയുടെ ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുള്ളി ചേട്ടൻ ചോദിച്ചു, ഇവന് അജി എവിടെ പോയി നോക്കണം. ഞാൻ പറഞ്ഞു പറയാൻ പറ്റില്ലല്ലോ, പക്ഷെ നമ്മൾ ചെറുതല്ലേ, നമ്മൾ 2 പേടിപ്പിൽ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പുള്ളി മിക്ക ദിവസം സിനിമയ്ക്കുമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഈ മോട്ടർ അടിക്കണമെങ്കിൽ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായി, പുള്ളിക്ക് മനസ്സിലായി, എനിക്ക് പഠിക്കാൻ പഠിച്ചത്. അപ്പം അങ്ങനെ നമ്മളങ്ങനെ തരിയുടെ കാണിച്ചല്ല പഠിച്ച്, സാഹചര്യം കൊണ്ട് നമ്മൾ പഠിച്ചു വരാണ്. സെൽഫ് ബിൽഡ് ചെയ്ത് വന്ന ഒരാളാണ്. നമ്മുടെ സാഹചര്യം കൊണ്ട് നമ്മൾ പഠിക്കണം. ഈ കരാട്ടെ പഠിക്കാൻ പോകാം എന്നൊരു തോട്ട് വന്നതോ? എന്തുകൊണ്ടാണ് അങ്ങനെ പഠിക്കണം എന്ന് തോന്നിയത്? ഇന്നത്തെ കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്പോർട്സായി മാറി. പക്ഷെ അത് സത്യത്തിൽ പിള്ളേർക്ക് ഗുണാട്ടോ. കാരണം അത് സ്പോർട്സായി, സർട്ടിഫിക്കറ്റായി, അതിന് ജോലി കിട്ടും, അതൊക്കെ നല്ലത് തന്നെ. പണ്ടെന്ന് പറഞ്ഞാൽ ഇടിച്ച്, നമ്മളിപ്പോൾ ഒരാൾ ഇടിക്കുന്നത് ഇടിച്ച് കയറ്റാണ്, നമ്മൾ പഞ്ച് അടിച്ച് വിടാണ്. ഇന്നെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ടച്ച് ആൻഡ് ഫുൾ ബാക്കാണ്. ടച്ചുള്ളൂ, പോയിൻ്റാണ്. കാരണം അന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഇടാൻ ഗ്ലൗസ്. കാരണം അന്ന് ഇടിച്ച ഇടികളുടെ തൈമ്പാണ് ഇന്നും കിടക്കണുണ്ട. ഇന്നും ആ തൈമ്പ് അവിടെ ഉണ്ട്. വർഷങ്ങൾക്ക്, അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇടിച്ച, കാരണം ഈ തൈമ്പൊക്കെ ഇത്ര നിൽക്കായിരുന്നു. അത് അന്നത്തെ പ്രാക്ടീസാണത്.
ഇന്നത്തെ പിള്ളേരുടെ കയ്യിൽ ഈ തയ്പ്പൊന്നും ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ബോക്സിങ് ഗ്ലൗസ് ഇട്ടിട്ടാണ്, ബോക്സിങ് ഗ്ലൗസ്, ഗ്രോ പാഡ്, നീ പാഡ്, ചെസ്റ്റ് പാഡ്, അങ്ങനെ എല്ലാ പാഡും വെച്ചിട്ടാണ് ഇവർ ചെയ്യണത്. എപ്പോഴാണ് ഈ പഠിപ്പിക്കാം, കരാട്ടെ പഠിപ്പിക്കാം ഒരു ഇത് വന്നത് എങ്ങനെയാണ്? കമാൻഡിങ് പവർ അതെനിക്ക് എന്തോ ജന്മന തന്നണ പോലെയാണ്. കാരണം ആരുടെ അടുത്ത് ഞാൻ സംസാരിക്കും, മനസ്സിലായോ? അതായത് ഞാൻ IPS ലെവൽ പോലീസ് ഒരുപാട് ട്രെയിൻ ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ DGP അടക്കം അവരുടെ അടുത്തൊക്കെ പോയി ട്രെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ആ ആളുടെ അടുത്ത് ഒരു IPS ലെവൽ പോലീസുകാരുടെ 10 അടി മാറി നിൽക്കണം. ആളുടെ അടുത്ത് ഞാൻ കെട്ടിപ്പിടിച്ചെന്ന് വർക്കൗട്ട് ചെയ്യണത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ വലിയ വലിയ ആൾക്കാരായിട്ട് ഇടപഴകിയും ചെയ്തും വലിപ്പച്ചെറുപ്പമില്ല. എൻ്റെ ലൈഫിൽ എനിക്കിതെല്ലാം ഒരുപോലെയായി. മനസ്സിലായി. അതായത് റോട്ടിൽ കിടക്കുന്ന പിച്ചക്കാരൻ മുതൽ പോലീസിൻ്റെ ഇടം നിലപ്പത്തേക്കാണ് DGP നടക്കുന്നത് ഞാൻ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആരോട് എങ്ങനെ നിൽക്കണം, എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം. നമുക്കത് അവർക്ക് എന്ത് കൊടുത്താലാണ് നമ്മൾ ഏത് ലെവലിലാണ് അവരുടെ അടുത്ത് നിൽക്കണ്ടേ, അത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. അത് മെൻ്റലിസം. അതായത് അവരുടെ ആളുടെ ബോഡി ശരിയാക്കണ്ടെങ്കിലും നിങ്ങൾ എൻ്റെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ എൻ്റെ മനസ്സിലെടുക്കാനുള്ള കഴിവാണ് ഏറ്റവും വലിയ മനുഷ്യന് കിട്ടുന്ന കഴിവ്. അത് ഏകദേശം എനിക്കുണ്ട്. നിങ്ങൾ എന്ത് ചിന്തിക്കണമെന്ന് എനിക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. അതാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ട കഴിവ്. അങ്ങനെ പറഞ്ഞത്, അങ്ങനെ ആ കഴിവുണ്ട് എന്ന് പറയാനുള്ള റീസൺ അതങ്ങനെ ജന്മന ഉണ്ടാവുന്ന കഴിവല്ല, എക്സ്പീരിയൻസ് ആണ്. ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്തുള്ള എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ നമ്മൾ പോലീസുകാർ പറയില്ലേ, അവന്റെ കണ്ണ് അങ്ങോട്ട് പോയാൽ അവൻ കള്ളനെന്ന് പറയില്ലേ, അവന്റെ കൈ മടങ്ങുണ്ടെങ്കിൽ അങ്ങനെ പറയില്ലേ എന്ന് പറഞ്ഞ പോലെ ഒരുപാട് ചിന്തകളിൽ നമ്മുടെ ഭാവങ്ങൾ മാറും. എന്ന് പറഞ്ഞാൽ നമ്മുടെ അവയവങ്ങളുടെ എല്ലാ സ്ട്രക്ചർ നമ്മുടെ ഈ കയ്യിലും കാലിലുണ്ട്, കോർഡിനേറ്റഡ് ആണ്. ഇതെന്താണെന്നറിയോ? ഹാർട്ടിന്റെ ഇങ്ങനെയല്ലേ? അതറിയാം. ഇവിടുത്തെ പാറ്റേൺ എന്താണെന്നറിയോ? ഇല്ല. ഇത് ഓക്കേ, ശരി, റൈറ്റ്. ഇതെന്താണെന്നറിയോ? ഇല്ല. പാദം. പാദം ഇവിടെ തൊട്ട് വരെ അത്രയും വലുതാണോ പാദം? ഇവിടെ തൊട്ട് ഇവിടെ തൊട്ട് ഇത്രയും വലിപ്പം പാദത്തിനോ? ഇവിടെ വരെ വരുള്ളൂ, ഷോൾഡറിന്റെ ഇവിടെ വരുള്ളൂ. ഓ, അങ്ങനെയുണ്ടോ? നോക്കിയോളൂ. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്, ഒന്നും ഞാൻ ഇവിടെ പറയേണ്ടതല്ല. നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ബിഗ് ബോസ് പോലുള്ള പ്ലാറ്റ്ഫോംസിൽ ഇതുപോലെ സ്റ്റോറീസ് പറയാൻ ഉള്ള ആളുകളെയാണ് എപ്പോഴും സെലക്ട് ആവുക. അതുപോലെ നമ്മൾ എപ്പോഴും കാണാം ഒരു ബോഡി ബിൽഡിങ് ഒരു ആള് കാണും. അപ്പം ഇപ്പൊ ജിൻഡോയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് സ്റ്റോറീസും സ്ട്രഗിൾസും പറയാനുള്ള ഒരു ലൈഫാണ്, ഒരു വലിയൊരു സക്സസ് എന്ന് തന്നെ പറയാം. കാരണം ഫ്രം സ്ക്രാച്ച് ജിൻഡോ തന്നെ ബിൽഡ് ചെയ്തെടുത്ത ഒരു ലൈഫാണ് ഇപ്പോൾ ജിൻഡോ ഗോ ത്രൂ ചെയ്യുന്നത്. ബിഗ് ബോസ് പോലുള്ള പ്ലാറ്റ്ഫോംസിൽ ഇങ്ങനെ അവസരങ്ങൾ വന്നാൽ സ്വീകരിക്കുമോ? എങ്ങനെയാണ് അതിനോടുള്ളൊരു അപ്രോച്ച് എങ്ങനെയാണ്? ഇപ്പം എനിക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പോകും. എന്താ കാരണം വെച്ചാൽ ഇപ്പോൾ ഓൾ ഇന്ത്യ ലെവല് ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം എല്ലായിടത്തും നല്ലതാണ്. ഹിന്ദിയിലായാലും തമിഴിലായാലും എല്ലായിടത്തും ഓൾ വേൾഡ് ഫേമസ് ആവുന്ന സാധനമാണ്. അത് കിട്ടിയാൽ തീർച്ചയായിട്ടും അതിനകത്ത് പോകും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് ചെല്ലാനുള്ള ഒരു ചെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാനുള്ള കാര്യം എൻ്റെ മൈൻഡിൽ ചെയ്യാൻ പോണ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാനൊരു എൻ്റെ ഓർമ്മയിലൊരു 100-200-300ഓളം സ്റ്റേജ് ഞാൻ കയറിയിട്ടുണ്ടാവും. സ്റ്റേജുകളും മറ്റേ കോമ്പറ്റീഷനുണ്ട് ഞാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സ്റ്റേജുകളോളം ഞാൻ മെഡലില്ലാണ്ട് ഇറങ്ങിപ്പോന്നാണ്. മനസ്സിലായോ? അത് മെഡൽ കിട്ടൽ കുറവാണ്, കിട്ടിയത് കുറവാണ്, അത് ഫെയിലായി പോകുന്നതിനാണ് കൂടുതൽ. എന്നിട്ട് ഞാൻ ഇൻ്റർനാഷണൽ മെഡൽ വന്നിട്ടുണ്ട്. പക്ഷെ അതിനൊരു സ്റ്റേജുകൾ, ഒരു സ്റ്റേജ് ഇല്ലെങ്കിൽ അടുത്ത സ്റ്റേജ് വരുന്നുണ്ട്. പക്ഷെ ബിഗ് ബോസിലേക്ക് ഇപ്പം എന്നെ വിളിക്കുകയാണെങ്കിൽ എനിക്ക് ആ ഒരു സ്റ്റേജേ ഉള്ളൂ, പിന്നെ വിളിക്കില്ല. ബിഗ് ബോസിൽ വിളിക്കണമെങ്കിൽ ഒരു പ്രാവശ്യം വിളിക്കുള്ളൂ. അപ്പം ഞാൻ അവിടെ ചെല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ കപ്പടിക്കണം. കാരണം എൻ്റെ മൈൻഡിൽ ഞാൻ ചെല്ലുന്നിടത്ത് എല്ലായിടത്തും ഞാൻ വിജയം മനസ്സിലായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബിഗ് ബോസിൽ ഒരു ചാൻസ് കിട്ടിയെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ കപ്പടിച്ചേ ഇറങ്ങൂ എന്നാണോ പറയുന്നത്? ഞാൻ ഏത് കോമ്പറ്റീഷൻ നമ്മൾ കയറണം എന്ന് ചോദിച്ചു. ഇപ്പൊ നമ്മളൊരു എക്സാം എഴുതാണെങ്കിൽ നമ്മൾ എന്താ വിചാരിച്ചാൽ ചെയ്തേ? നമ്മൾ പാസ്സാവും എന്ന് വിചാരിച്ചല്ലേ? അപ്പൊ നമ്മളൊരു കോമ്പറ്റീഷൻ സ്റ്റേജിൽ കയറുമ്പോൾ നമ്മൾ ചിന്തിക്കണം എന്താ, നമുക്കിത് വിൻ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടില്ലേ? എന്ന് പറഞ്ഞ പോലെ മറ്റുള്ള കാര്യങ്ങൾക്ക് നമുക്ക് വീണ്ടും ഒരു അവസരം ഉണ്ട്. പക്ഷെ ഇതിൽ ഒരു അവസരമേ ഉള്ളൂ. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും വിൻ ചെയ്യാൻ വേണ്ടി തന്നെ എല്ലാവരും കയറണത്. തീർച്ചയായിട്ടും